ഞാൻ തട്ടിപ്പിന് ഇരയായെന്ന് പറഞ്ഞാൽ പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട് വനിതകൾക്കെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകളുടെ പേരിൽ 65,000 രൂപ അടച്ചിട്ടാണ് ഞാൻ നിന്നത്. 3 മാസം കൊണ്ട് പൈസ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വണ്ടിൻ്റെ ഒന്നും ആയിട്ടില്ല. 5 മാസം കഴിഞ്ഞു പൈസ കൊടുത്തിട്ട്. 65,000 രൂപ ചിലവാണ്. ഞാൻ ചൂരൽമല ഉരുൾപൊട്ടിയ പ്രദേശത്തെ ഒരാളാണ്. ഞങ്ങൾ മേപ്പടിയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ജോലിക്ക് വരാൻ വാഹനമില്ലാത്തതുകൊണ്ട് പാതി വിലയ്ക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കടം മേടിച്ചിട്ടാണ് ഈ 65,000 രൂപ ഉണ്ടാക്കി കൊടുത്തത്. ജോലിക്ക് പോയിട്ട് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിട്ടില്ല ഇതുവരെ. ശ്രീ ജമാൽ, നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞത് വിശ്വസിച്ചത്? പറഞ്ഞത് വിശ്വസിച്ചതിന് പാതി വിലയ്ക്ക് വനിതകൾക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് അക്ഷയ മുഖാന്തരമാണ് കൊടുക്കുന്നത്. ബാങ്കിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എഗ്രിമെൻ്റ് എല്ലാം അക്ഷയ നിന്നാണ് ചെയ്തത്. പക്ഷെ അങ്ങനെയാണ് ഞങ്ങൾ പൈസ കടം മേടിച്ച് ഉണ്ടാക്കി കൊടുത്തത്. ആരാണ് ഇതെല്ലാം ഒന്ന് പറഞ്ഞത്? അക്ഷയ മുഖാന്തരമാണ് ഞങ്ങൾ അറിഞ്ഞത്. അക്ഷയ എന്ന് പറഞ്ഞ് അപ്പോൾ പകുതി വിലയ്ക്കല്ല വണ്ടി കിട്ടുന്നത്. നമുക്ക് ഒന്നിച്ച് മേടിക്കാനുള്ള സാമ്പത്തികമായിട്ടില്ല. അപ്പോൾ പകുതി വിലയ്ക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടി ഉപയോഗിച്ച് ജോലിക്ക് പോകാൻ കഴിയും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനും കഴിയും എന്ന് വിചാരിച്ച് പൈസ കടം മേടിച്ചാണ് ഉണ്ടാക്കി കൊടുത്തത്. ശ്രീ ജമാലിന്റെ വീട്ടുകാർക്ക് മാത്രമാണോ സെക്കൻഡ് ഈ ഇങ്ങനെയുള്ള ഒരു അറിയിപ്പ് കിട്ടിയത്? അതല്ല കൂടുതൽ പേരുണ്ടോ ഇങ്ങനെ പറ്റിക്കപ്പെട്ടത്? ഒരുപാട് ആളുകളുണ്ട്. എല്ലാം ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണോ നിങ്ങൾ വിളിച്ച് പറയുന്നത്? ആളുകൾ അക്ഷയ എന്നാണ് പറഞ്ഞത്. എന്താണ് അവർ ഈ പറയുന്നത്? ഈ 65,000 കൊടുത്തു കഴിഞ്ഞാൽ 5 മാസത്തിനകം ഈ പറയുന്ന വണ്ടി കിട്ടുമെന്ന്. ഈ അക്ഷയ കേന്ദ്രത്തിന്റെ റോളൊന്നും നിങ്ങൾ ആരോടും അന്വേഷിച്ചില്ലേ? അവർക്ക് ഇത്തരം പരിപാടികളല്ലല്ലോ ഉള്ളത്. അല്ല, അക്ഷയ കേന്ദ്രത്തിൽ 60,000 രൂപയാണ് ഇവിടെ ബാങ്ക് മുഖാന്തരമാണ് ഈ പൈസ അടച്ചത്. ബാക്കി 5,000 സംതിങ് രൂപ അക്ഷയയിൽ ചെന്നിട്ട് അക്ഷയ മുഖാന്തരമാണ് എഗ്രിമെൻ്റ് എല്ലാം ചെയ്തത്. എഗ്രിമെൻ്റ് ചെയ്തതിൻ്റെ പേപ്പേഴ്സും ഇതെല്ലാം അക്ഷയ നിന്നാണ് റെഡിയാക്കിയത്. ശ്രീ സനോജ്, ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ പഞ്ചായത്ത് സംവിധാനങ്ങളെ മുഴുവൻ, സ്വാശ്രയ സംഘങ്ങളെ മുഴുവൻ, ഇതിനൊക്കെ വളരെ സമർത്ഥമായിട്ടാണ് ഈ അനന്തകൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അക്ഷയ കേന്ദ്രത്തിന്റെ പങ്കാളിത്തം കൂടി ഇവിടെ വരികയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നുവെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന സംവിധാനങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇത്ര ശാസ്ത്രീയമായി ദുരുപയോഗം ചെയ്യാൻ കഴിഞ്ഞത്? ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൻ്റെ പല കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ ഇതിപ്പോൾ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇവർക്ക് പ്രൊമോട്ടർമാർ നിശ്ചയിക്കുന്നു. അതുകൂടാതെ വാർഡ് അടിസ്ഥാനത്തിൽ പ്രൊമോട്ടർമാർ നിശ്ചയിക്കുന്നു. ഈ നിശ്ചയിക്കപ്പെടുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലെ തൊഴിലില്ലാത്ത സാധാരണ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മുൻ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ആളുകളാണ്. അവരും ഒരർത്ഥത്തിൽ ഇതിൻ്റെ ഇരകളായി മാറുന്ന നിലയും ഉണ്ടായി. എല്ലാവരും എന്ന് പറയാൻ കഴിയില്ല, കുറേ ആളുകൾ അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ അക്ഷയ എന്നൊക്കെ പറയുന്നത് മിക്കവാറും അക്ഷയ എന്ന് പറയുന്ന സംവിധാനത്തെ ഇതിനെ ഉപയോഗിച്ചോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് നടത്തുന്ന ആളുകൾ ചിലപ്പോൾ ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും എന്നാ കരുതുന്നത്. ഭാഗമായി മാറ്റിയൊന്നും വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയില്ല. എന്താ പറഞ്ഞത്? എഗ്രിമെന്റ് ഒക്കെ അക്ഷയ സെന്ററിൽ നിന്നാണ് ചെയ്തത് എന്ന് പറയുന്നു. ബാങ്ക് അക്കൗണ്ടിലൂടെ പൈസ ഇട്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാ പൈസയും ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അത് ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, അയാളുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ആ ഭാഗം വിടാം. പക്ഷേ അക്ഷയ സെന്ററിൽ പോയി എഗ്രിമെന്റ് രേഖാമൂലമാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്നില്ല. അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷയ കേന്ദ്രം പലർക്കും അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാനൊരു അക്ഷയ കേന്ദ്രം നടത്തുന്നു. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റായ ഇടപാട് നടത്താൻ ഒരാളെ അക്ഷയ കേന്ദ്രത്തിൽ വിളിച്ചു വരുത്തി ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ എനിക്ക് പറ്റുമല്ലോ.